ഹലോ, അസ്സലാമു അലൈക്കും. നമ്മളിപ്പോൾ ഇന്നൊരു തട്ടിക്കൊട്ടലിൻ്റെ പണിയിലൊക്കെയാണ് കേട്ടോ. മുറ്റമൊക്കെ ആകെ കാടെട്ടി കിടക്കുകയാണ്. മുറ്റടിച്ച് വാരലൊക്കെ കുറേ ദിവസമായി. കാരണം നമ്മൾ നാളെ ചേരിയൊക്കെ കൊടുത്തതിൻ്റെ ശൂലവേദനയാണെന്നൊക്കെ പറഞ്ഞില്ലേ, എപ്പോഴാണ് ശരിക്കും മാറിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ പിന്നെ നമ്മളിങ്ങനെ എല്ലാം കൂടി ഇങ്ങനെ എടുത്തുകാണ്ട് പിന്നെയും ഇങ്ങനെ മരുന്നിന് പൈസ കൊണ്ടേ കൊടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് കുറച്ചൊന്ന് റെസ്റ്റ് എടുത്തു. നമ്മൾ കാര്യമായിട്ട് പോളിഷ് ചെയ്ത് ഇങ്ങനെ പോകലേന് അടുക്കളയിലുള്ള പണിയൊക്കെ. ചോറും കറിയും നമുക്ക് എന്നും ആവശ്യമുള്ളതാണല്ലോ, അതങ്ങനെ ചെയ്യും. അങ്ങനെ നിന്നുകാണ്ടുള്ള പണിയൊക്കെ അങ്ങനെ എടുക്കലുള്ളൂ. കേട്ടോ, കുമ്പിട്ട് തീർന്നുള്ള പണിയൊന്നും എടുക്കലില്ല, ചെയ്യരുത് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് കാത്തതാണ്. 2 പ്രാവശ്യം പോയതിൻ്റെ ശേഷമാണ് കുറച്ച് ഭേദമായത്. അപ്പോൾ പിന്നെ കാട കെട്ടി ഇപ്പോൾ കണ്ടില്ലേ, നമ്മൾ നനച്ചുണ്ടാക്കുകയാണെങ്കിൽ ഇപ്പോൾ അത്ര ഉസാറായിട്ട് ഉണ്ടാവില്ല. അല്ലാതെ ഞാൻ കാണാം നമ്മളെ കൈ നന്നായിട്ട് ഇങ്ങോട്ട് കാടിട്ടുണ്ടാവണം. മെനക്കെട്ട് നോക്കുകയാണെങ്കിൽ വെള്ളം നനച്ചിട്ടും വളം ഇട്ടിട്ട് ആയാലൊന്നും ഇത്ര ഉസാറിൽ വളരൂലല്ലേ. എനിക്ക് പിന്നെ പറിച്ചാൽ തീരാൻ മാത്രം തന്നെ ഉള്ളൂ കേട്ടോ ആ സ്ഥലം. പിന്നെ തോനെ മിറ്റുള്ളവർക്കൊക്കെ ചെത്തി കുരഞ്ഞു തരും, കൈക്കോട്ട് എടുത്തുകാണ്ട് പറിച്ചാൽ തീരൂല. അതിനാണ്ട് ഇങ്ങോട്ട് മുളച്ച് വരികയാണ്. അപ്പോൾ മിറ്റൊക്കെ നന്നാക്കി ഇനിയിപ്പോൾ നമ്മൾ ഔത്തേക്ക് പോവുകയാണ്. അപ്പോൾ മാറാലട്ടാൻ ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നന്നാക്കി എടുക്കുകയാണ്. ആദ്യം ബെഡൊക്കെ തട്ടിക്കൊട്ടി തിരുമ്പാളതൊക്കെ മാറ്റി വെക്കുകയാണ്. എന്നിട്ട് അടിച്ചേരലൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് പുതിയ ഷീറ്റൊക്കെ വിരിച്ചാൻ. ഒക്കെ തിരുമ്പാൻ വയ്യായിട്ട് കുറേ ദിവസമായിക്കണം തിരുമ്പിയിട്ട്. അപ്പം ഇന്നിപ്പോൾ തട്ടിക്കൊട്ടി ഇപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി വെക്കുകയാണ്. അപ്പോൾ ഫാനാണ് ആദ്യം, ഡൈനിങ് ഹാളിലെ ഫാന് വെള്ള നിറമുള്ള ഫാനാണ്. അപ്പോൾ അതിന് നല്ല പൊടി കാണുന്നുണ്ട്. മറ്റേ ഫാനൊന്നും പിന്നെ കാണൂല, നല്ല ഇഷ്ടംപോലെ പൊടി ഉണ്ടാവും, നമ്മൾ കാണൂല വല്ലാതാണ്ട്. ഇത് വെള്ള നിറം കാണുന്നോട് തന്നെ ആര് വന്നാലും കാണില്ല. അപ്പോൾ പിന്നെ അത് തുടച്ച് നന്നാക്കുക കേട്ടോ. കുറഞ്ഞ നനവിൽ തുണി പിഴിഞ്ഞെടുത്തുകാണ്ട് തുടച്ചെടുക്കുകയാണ്. പിന്നെ ജനൽമേലൊക്കെ ആണെങ്കിൽ നിറച്ച് മാറാലന്നെ, നന്നായിട്ട് മാറാല തട്ടിയാലും പിന്നെ അച്ചേൽക്കുണ്ടാവുകയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് നനയാത്ത തുണിയായിട്ട് തട്ടിയാൽ തന്നെ പോരും. എന്നാലും ഞാൻ ചെറുതായിട്ടൊന്ന് നനച്ചുകാണ്ടൊക്കെ ഒന്ന് തട്ടി തുടച്ച് എടുക്കുക കേട്ടോ. നമ്മൾ എന്നും നമ്മളെ കൈ എല്ലായിടത്തും എത്തണം, എന്നെങ്കിലേ വീടൊക്കെ കാണാൻ ചൊറുക്കുണ്ടാവുള്ളൂ. നമ്മൾ കുറച്ച് ദിവസം മുടങ്ങിയാൽ പിന്നെ ഇതെല്ലാം അവസ്ഥ, എടുക്കുമ്പോൾ ഒന്നായിട്ട് എടുക്കേണ്ടി വരും. പിന്നെ ഇപ്പോൾ കാര്യമായിട്ട് അങ്ങനെ എടുക്കണമില്ല. നമ്മളെ നനച്ചുളിയൊക്കെ വരാനായല്ലോ. നനച്ചുളി പറഞ്ഞാൽ വരാത്ത മിറാജൊക്കെ കഴിഞ്ഞിട്ടല്ലേ നമ്മൾ എടുക്കുള്ളൂ. ഇപ്പോൾ തന്നെ എടുത്തിട്ടും കാര്യമില്ലല്ലോ, പിന്നെ അച്ചേൽക്ക് ആവൂലേ. ഞങ്ങൾക്ക് പറഞ്ഞാൽ എല്ലാവരും മാതിരിയല്ല കേട്ടോ. പിന്നെ വറാത്ത് കഴിഞ്ഞിട്ട് എടുക്കാനൊന്നും കൂടൂല, അതിൻ്റെ മുന്നേ എടുക്കണം. ഞങ്ങൾക്ക് വേനൽ ഒടുകുമ്പോൾ വെള്ളം വരാനൊക്കെ പ്രയാസമാണ്. നമുക്ക് 2 ദിവസം കഴിയുമ്പോൾ വെള്ളം വരുന്നത് ഇപ്പോൾ പിന്നെ ഒരാഴ്ച ആവും വെള്ളം കിട്ടാൻ. അപ്പോൾ നമ്മൾ വെള്ളം കൊണ്ടുള്ള കളി കളിച്ചാൽ സമയം ഉണ്ടാവില്ല. അപ്പോൾ ഞങ്ങളൊക്കെ ഇവിടെ ഉള്ളവരൊക്കെ അങ്ങനെ കിണറും വെള്ളമൊന്നും ഇല്ലാത്തവരൊക്കെ 2 മാസം മുന്നേ തന്നെ നനച്ചുളി പണിയൊക്കെ തുടങ്ങലാണ്. പിന്നെ നമുക്ക് ആ ബറാത്ത് കഴിയുമ്പോൾ എല്ലാം ഒന്ന് പോളിഷ് ചെയ്തെടുത്താൽ മതിയല്ലോ, തുടച്ചിട്ടെടുത്താൽ മതി. അതിൻ്റെ മുന്നേ തേച്ചൊരാളൊക്കെ വെള്ളം കൊണ്ടുള്ള പണിയൊക്കെ നേരത്തെ തന്നെ കഴിച്ചു. ഇതിപ്പോൾ ആ പണിയൊന്നുമല്ല കേട്ടോ, നനച്ചുളി പണിയൊന്നുമല്ല. ഇതിപ്പോൾ ഞാൻ കുറേ ദിവസമായി തിരുമ്പിയിട്ട്, അപ്പോൾ അതൊക്കെ തിരുമ്പി നന്നാക്കാൻ വിചാരിച്ചുകൊണ്ട് ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിടുകയാണ്. എത്ര വിരിച്ചിട്ടാലും മോനുള്ളതല്ലേ, അതിമ കൊത്തി മറിയല്ലേ. ഞാൻ തിരുമ്പോത്തിനും അച്ചേക്ക് വലിച്ച് കൂട്ടിയിട്ടിട്ടുണ്ടാവും. പിന്നെ നമ്മളെ കമൻറ്റിലുണ്ടായിരുന്നു കേട്ടോ, പിന്നെ അസുഖം കിഡ്നി രോഗത്തിൻ്റെ അസുഖം ഫസ്റ്റ് എങ്ങനെ തുടങ്ങൽ, എങ്ങനെ ഞങ്ങൾ അറിഞ്ഞത് എന്നുള്ളതൊക്കെ ഒരാൾ ചോദിച്ചിരുന്നു. അപ്പോൾ ഓൽക്ക് വേണ്ടിയിട്ട് ഞാൻ പറയാണ്. അതെന്ന് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡ് ഗൾഫിലേനു, തുടങ്ങിയ അട്ടിക്കൊക്കെ ഗൾഫിലേനു, അറിയില്ലേനു. ഫസ്റ്റായിട്ട് തുടങ്ങിയത് മൂത്രക്കടിച്ചിലാട്ടോ. നമുക്ക് എല്ലാവർക്കും ഉണ്ടാവില്ല, വേനൽക്കാലമായ വെള്ളം കുടിക്കാൻ ഞാൻ മൂത്രക്കടിച്ചിലുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു കടിച്ചിലാണ് വന്നതിൻ്റെ. അപ്പോൾ നമ്മൾ വിചാരിച്ചും കടിച്ചിലിന് ഇങ്ങനെ തണുപ്പ് എന്തെങ്കിലും ചെന്നാൽ കടിച്ചിലൊക്കെ മാറുമല്ലോ എന്നല്ലൊക്കെ നമ്മൾ കരുതുക. അങ്ങനെ അത് കൊടുത്തിട്ടൊന്നും മാറാതായപ്പോൾ പിന്നെ നമ്മൾ ഡോക്ടറെ കാണിച്ചു. അപ്പോൾ ഡോക്ടറെ കാണിച്ച് ടെസ്റ്റുകളൊക്കെ ചെയ്യുമ്പോഴാണ് കേട്ടോ ഇത് മനസ്സിലാവുക, ക്രിയാറ്റിൻ ഉണ്ടോ ഇല്ലയെന്ന് ടെസ്റ്റ് ചെയ്യാൻ പറയും. അപ്പോൾ അതിൽ നോക്കിയിട്ടാണ് നമുക്ക് അങ്ങനത്തെ രോഗം ഉണ്ടോ പറയുക. പിന്നെ മൂത്രം ഒഴിക്കുമ്പോൾ നല്ല പാത ഉണ്ടാവും, മൂത്രത്തിന് പാതയൊക്കെ ഉണ്ടാവും കൂടുതലായാൽ. അങ്ങനെയൊക്കെയാണ് അതിൻ്റെ അടയാളങ്ങൾ ഉണ്ടാവുക. പിന്നെ ചൂലൊക്കെ പൈസ കൊടുത്ത് വാങ്ങലാണ്. ചൂല് കണ്ടില്ല നിങ്ങൾ, നല്ല പ്ലാസ്റ്റിക്കിന് നല്ല അടിപൊളി ചൂലാണ്. പുൽച്ചൂല് അതിന് തരയൊക്കെ ഉണ്ടായിൻ്റെ. പുൽച്ചൂല് എന്താ പറയുക, ഇങ്ങനെ മുറിഞ്ഞിങ്ങനെ പോകും. അപ്പോൾ പിന്നെ അതിപ്പോൾ ഒഴിവാക്കി. ഈ ചൂലാകുമ്പോൾ കുറേ കാലം നിൽക്കും, കേട് വരുന്ന പ്രശ്നമില്ല. അപ്പോൾ ഇതൊന്നാണ് വാങ്ങിയതാണ് കേട്ടോ. നമ്മളെ വീഡിയോസൊക്കെ എല്ലാവരും സ്കിപ്പ് അടിക്കാതെ കാണണം കേട്ടോ, മുഴുവനായിട്ട് കാണണം, സപ്പോർട്ട് ചെയ്യണം കേട്ടോ.
പിന്നെ പണിയെടുത്താൽ പണ്ടത്തെ അരിയല്ല മേട് തീരൂല. ഓൻ്റെ കളിയല്ല അതിൻ്റെ അടിയിൽ കൂടി ഞാൻ എടുക്കും, ഓൻ പരത്തും. അപ്പോൾ ഒന്ന് അടിച്ചു തരാൻ വരുമ്പോൾ തന്നെ പൊറുക്കിയാക്കാൻ തന്നെ ഇഷ്ടം പോലെ ഉണ്ടാവും. പിന്നെ അതിങ്ങനെ നന്നാക്കിയും കൊണ്ട് നിൽക്കണ്ടേ. അതിൻ്റെ അടിയിൽ കൂടി തുടക്കണ അടിയിൽ കൂടി കുറേ മണ്ണ് റോട്ടുമെന്ന് വാരി കൊടുന്ന് എതറുക. അതൊക്കെ നിങ്ങൾ അടിച്ചേരിപ്പോൾ കണ്ടില്ല, നിറച്ചും പൊടി. നമ്മളങ്ങോട്ട് തിരിഞ്ഞാൽ ഓൻ്റെ പണി അതാണ് പണി എടുത്താൽ തീരാത്ത്. മറ്റേത് എടുത്തുവെച്ചാൽ അങ്ങോട്ട് കണ്ടീനു. ഏത് പണി എടുത്തുവെച്ചാൽ പിറ്റേന്ന് ആ നേരത്തെ ആ പണി എടുത്താൽ മതി. ഇപ്പം അതല്ല. ഇപ്പം അടിച്ചു തരിക പിന്നെയും അടിച്ചു തരണം. ഒരു രാവിലെ അടിച്ചു തരിയാലൊന്നും പോരാ, ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചൂലേറ്റ് വരണം. ആ പ്രായക്കാരുണ്ടാകുമ്പോൾ അങ്ങനെയാണല്ലോ. മാഷാ അല്ലാ, മക്കൾക്ക് കാഫിയത്തുള്ള ദീർഘായുസ്സ് അല്ലാഹ് കൊടുക്കട്ടെ. ആമീൻ. നമുക്കൊന്ന് പണിയെടുത്താൽ നമുക്ക് എത്രയും പണിയെടുക്കട്ടെ. പണിയെടുക്കണതിനെ പറ്റി പറയില്ല, അങ്ങനെയാണെന്ന് പറയാം. ഹൗസ് വേസാണ് കഴുകണത്. തുള്ളി ക്ലോറക്സും പിന്നെ ആ ജെല്ലും ഒഴിച്ച് കാണ്ട് നല്ലോണം ഉരച്ചെടുത്താൽ നല്ല വെള്ള നിറാവൂട്ടാ. വെള്ള കളർ തന്നെയാണ്. ഇത്തിരി ക്ലോറക്സ് ഒഴിക്കണം, അപ്പോൾ നല്ല സൂപ്പറാവും. ഒരു മഞ്ഞ നിറമൊന്നും എവിടെയും കാണൂല. അടുക്കള പണി ചോറ് രാവിലെ ചായയും കടി ഉണ്ടാക്കി കുടിച്ചതിന് ശേഷം ചോറ് മറ്റേ ചോറ് ഊറ്റി വെച്ചേക്കണ്ടാ. പിന്നെ ഒരു ചമ്മന്തി ഉണ്ടാക്കി വെച്ചേക്കണു. ഇനിയിപ്പോൾ ഈ പണികളൊക്കെ കഴിഞ്ഞിട്ടേ മീൻ എന്തെങ്കിലും കിട്ടിയാൽ ഉണ്ടാക്കാൻ വിചാരിച്ചുകാണ്ട് അങ്ങോട്ട് പോന്നൊക്കെയാണ്. ഈ പണികളൊക്കെ കഴിഞ്ഞിട്ടാണ്, തിരുമ്പലും കുളിയും കഴിഞ്ഞിട്ടാണ് ഇനി ബാക്കിയുള്ള പണിയൊക്കെ എടുക്കാൻ. മീൻ അതിൻ്റെ ഇടയിൽ കൊടുന്നാൽ മുറിച്ചേക്കണം. എന്നിട്ട് പിന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് കറി ഉണ്ടാക്കുള്ളൂ. കുറേ ദിവസമായി മീനൊക്കെ കൊടുത്തിട്ട്. അപ്പം എന്ന് പറഞ്ഞു ചെറിയ ബത്തളൊക്കെ ഉണ്ട്. ചെറിയ ബത്തളും ചെറിയ മാന്തളൊക്കെ ഉണ്ടെങ്കിലേ ഹസ്ബൻഡിന് കൂട്ടാനൊക്കെ പറ്റുള്ളൂ. അപ്പം ഇന്ന് അതുണ്ട് പറഞ്ഞു വിളിച്ചിരുന്നു. അപ്പം ഞങ്ങളത് കൊണ്ടുവരീന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ അതിൻ്റെ പണിയൊക്കെ കഴിച്ചിട്ടേ പറഞ്ഞു. നമുക്ക് അവിടുന്ന് മുറിച്ച് വെച്ചിട്ട് വേണം കുളിച്ചാൻ. അത് വെള്ളം വറ്റിച്ച് വെച്ചാൽ അതും ചോറും മതിയല്ലോ, വേറെ കൂട്ടാൻ്റെ ആവശ്യമില്ല. അപ്പം നമ്മൾ തട്ടിക്കൊട്ടൽ അടിച്ചൽ തുടക്കൽ മോറലൊക്കെ കഴിഞ്ഞു. ഇനി തിരുമ്പി കുളിച്ചാണ്ട് അതൊന്നും ഇപ്പോൾ ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല. അപ്പോൾ അതിന് ലെങ്ത്ത് കൂടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.